മക്കളെ ഇലക്ട്രോകെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആയത് on passing 2 Faradays of electricity through dilute HCl the volume of gas evolve at anode at STPs. മക്കളെ മനസ്സിലാക്കേണ്ടത് ഡയലൂട്ട് HCl ഇലക്ട്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡ് കമ്പാർട്ട്മെന്റിൽ ക്ലോറൈഡ് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറും. അപ്പൊ ക്ലോറിൻ ഗ്യാസ് ആണ് ആനോഡ് കമ്പാർട്ട്മെന്റിൽ ഫോം ചെയ്യപ്പെടുന്നത്. അതാദ്യം മനസ്സിലാക്കുക. റെഡി? ക്ലോറൈഡ് ക്ലോറിൻ ആക്കി ആയിട്ട് മാറുക എന്നുള്ളതാണ് ആനോഡ് കമ്പാർട്ട്മെന്റിൽ സംഭവിക്കുക. ഇനി മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്താൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഇക്വലന്റ് മാസ് ആയിരിക്കും. എത്രയാണ് ഇക്വലന്റ് മാസ്? അതാണ് 1 ഫാരഡേ അപ്ലൈ ചെയ്താൽ ലഭ്യമാവുക. എത്ര ക്ലോറിന്റെ ഇക്വലന്റ് മാസ്? ഇക്വലന്റ് മാസ് ആണ് അറ്റോമിക് മാസ് ബൈ വാലൻസി. ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5, വാലൻസി Cl മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോറിന്റെ വാലൻസി 1 ആണ്. സോ 35.5 by 1 എന്ന് പറഞ്ഞാൽ 35.5 ഗ്രാം ആണ്. അപ്പൊ 35.5 ഗ്രാം ആണ് ക്ലോറിൻ ഫോം ചെയ്യപ്പെടുക 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്താൽ. നൗ ഈ ക്വസ്റ്റ്യൻ വി ആർ അപ്ലൈയിങ് 2 ഫാരഡേസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ 2 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്താൽ ഫോം ചെയ്യപ്പെടുന്ന മാസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇക്വലന്റ് മാസ് ആയിരിക്കും. അതായത് 71 ഗ്രാം ക്ലോറിൻ ആയിരിക്കും. 71 ഗ്രാം ക്ലോറിൻ ആണ് ഫോം ചെയ്യപ്പെടുന്നത്. മക്കൾ മനസ്സിലാക്കുക, 71 ഗ്രാം ക്ലോറിൻ എന്ന് പറഞ്ഞാൽ അത് 1 മോൾ ക്ലോറിൻ ഗ്യാസ് ആണ്. 1 മോൾ ക്ലോറിന്റെ മാസ് ആണ് 71 ഗ്രാം. 1 മോൾ ക്ലോറിൻ ഗ്യാസിന്റെ മാസ് ആണ് 71 ഗ്രാം എന്ന് പറയുന്നത്. ക്ലോറിൻ ഗ്യാസ് കണ്ടെയ്ൻസ് ക്ലോറിൻ മോളിക്യൂൾസ്. സോ 1 മോൾ ക്ലോറിൻ ഗ്യാസിന്റെ മാസ് ആണ് 71 ഗ്രാം. ഒരു മോളിന്റെ വോളിയം അറ്റ് STP is 22.4 ലിറ്റർ. സോ ദ ആൻസർ ഇസ് ക്ലോറിൻ ആണ്. And 22.4 ലിറ്റർ ആയിരിക്കും ഫോം ചെയ്ത വോളിയം അറ്റ് STP. ഓക്കെ.